മക്കളെ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. ഓക്കെ, വാടാ. നല്ല കിടിലൻ ചാപ്റ്ററാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു പോകാൻ പറ്റും. നമ്മൾ ഓവർ ഇലാബറേറ്റോ പരിപാടി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. നമുക്ക് പക്ക എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കി കഴിഞ്ഞാൽ ഇതാ ആദ്യം നമുക്ക് നോക്കേണ്ടത് സെൽ തിയറി. സെൽ തിയറിയിൽ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഓൾ ലിവിങ് ഓർഗാനിസം ആർ കമ്പോസ്ഡ് ഓഫ് സെൽ. ജീവനുള്ള എല്ലാ ഓർഗാനിസവും സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സെൽസ് അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. ഒരു സെല്ല് ഉണ്ടായത് മുന്നേ ഉണ്ടായ സെല്ലിന്ന് കഴിഞ്ഞു. അപ്പോൾ ഒരു സംശയം വരും. ആ സംശയത്തേക്കൊന്നും ഇപ്പോൾ നിൽക്കണം. അപ്പോൾ ആദ്യത്തെ സെല്ല് എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ അതിൻ്റെ മുമ്പുള്ള സെല്ലിന്ന്. അത്രേ ഉള്ളൂ അതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി ഒരു 3 ചെറിയ സംഭവങ്ങൾ പഠിക്കുക. സ്മോളസ്റ്റ് സെൽ, ഇത് 2 പേര് ഉണ്ടാക്കിയ തിയറിയാണ് കേട്ടോ മക്കളെ. ആ രീതിയിൽ നോക്കിയാൽ മതി. സ്മോളസ്റ്റ് സെൽ ഏതാണ്? മൈക്രോപ്ലാസ്മ. നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ലാർജസ്റ്റ് സെല്ല് എഗ് ഓഫ് ഓസ്ട്രിച്ചിൻ്റെ എഗ്ഗാണ്. ലോങ്ങസ്റ്റ് സെല്ല് നെർവ് സെല്ലാണ്. ശ്രദ്ധിക്കുക, ലാർജസ്റ്റും ലോങ്ങസ്റ്റും ഡിഫറൻസ് ഉണ്ട്. എടാ, ഇനി നമുക്ക് ഈ ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ കണ്ടന്റേ ഉള്ളൂ. ഒന്ന് പ്രോകാരിയോട്ടിൻ്റെ സെല്ല്, ഒന്ന് യൂക്കാരിയോട്ടിൻ്റെ സെല്ല്. പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞാൽ വ്യക്തമായ ന്യൂക്ലിയസോ ന്യൂക്ലിയർ മെംബ്രെയിനോ ഒന്നും ഇല്ലാത്തത്. ഒന്ന് വ്യക്തമായ ന്യൂക്ലിയസും ന്യൂക്ലിയർ മെംബ്രെയിനും ഒക്കെ ഉള്ളത് യൂക്കാരിയോട്ട്. അപ്പോൾ നമുക്ക് പ്രോകാരിയോട്ടിലേക്ക് പോകാം. പ്രോകാരിയോട്ടിന് ആദ്യം പഠിക്കാനുള്ളത് നമ്പർ ഇട്ട് നമുക്ക് പഠിക്കാം. ഒന്ന് സെൽ എൻവലപ്പ്, അതായത് അതിൻ്റെ സെല്ലിനെ കവർ ചെയ്തിട്ടുള്ള ആളുകൾ. 3 ആൾക്കാരെ കവർ ചെയ്തിട്ടുണ്ടാവുക. ഒന്ന് ഗ്ലൈക്കോ കാലിക്സ്, ഒരു ഔട്ടർ മോസ്റ്റ് കവറിങ് ഫോർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. 2 സെൽ വാള്, അതിന് ഷേപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. 3 സെൽ വാളിൻ്റെ ഉള്ളിലുണ്ടാവും പ്ലാസ്മ മെംബ്രെയിൻ, അതിന് പെർമിയബിലിറ്റി കൊടുക്കാൻ. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് ആളുകൾ കയറണോ പുറത്തേക്ക് ആളുകൾ പോകണോ എന്നൊക്കെ തീരുമാനിക്കുക. അതാണ് പെർമിയബിൾ ആണോ ഇല്ലയോ നോക്കുക. 2 മീസോസോമിനെ കുറിച്ചൊന്ന് പഠിക്കാണ്ട്. മീസോസോം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരാളാണ്. മീസോസോം പഠിക്കൽ നിർബന്ധമാണ്. എക്സാമിന് ക്വസ്റ്റ്യൻ വരാൻ നല്ല ചാൻസ് ഉണ്ട്. പ്ലാസ്മ മെംബ്രെയിനില്ലേ ഉള്ളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തിരിക്കും, മടങ്ങിയിരിക്കും. സാറിൻ്റെ വയറൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് മടങ്ങിയിരിക്കുന്നത് കണ്ടോ? അതേപോലെ പ്ലാസ്മ മെംബ്രെയിൻ, നമ്മളെ പ്ലാസ്മ മെംബ്രെയിൻ ഉള്ളിലേക്ക് ഇങ്ങനെ മടങ്ങിയിരിക്കും. ഇൻഫോൾഡിങ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ, അതിന് വിളിക്കുന്ന വാക്കാണ് മീസോസോം. ഇതിനൊരു 2 ഫംഗ്ഷൻ പഠിച്ചു വെക്കാം. സെൽ വാൾ ഫോർമേഷൻ, അതിൻ്റെ മുകളിലുള്ള സെൽ വാളിനെ പുതിയത് ഉണ്ടാക്കാൻ സഹായിക്കും. DNA റെപ്ലിക്കേഷന് സഹായിക്കും. റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേഷൻ, അതായത് ഇരട്ടിയാക്കുക. DNA വേറെ DNA ഉണ്ടാക്കുക. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഇനി പ്ലാസ്മിഡ് പറഞ്ഞൊരു സാധനം ഉണ്ട് ഇതിനുള്ളിലൊരു സാധനം. അത് സ്മോൾ സർക്കുലർ DNA ആണ്. ഒരു സർക്കിൾ പോലുള്ള ഒരു DNA. ഔട്ട്സൈഡ് ദ ജീനോമിക് DNA, അതിൻ്റെ ഒറിജിനൽ DNA ഉണ്ടാവും. ഒരു സെല്ലിൻ്റെ മുഴുവൻ ഫംഗ്ഷനും ചെയ്യുന്ന ഒറിജിനൽ ആയിട്ടുള്ളൊരു DNA ഉണ്ടാവും. അതിൻ്റെ പുറത്ത് വേറൊരു സർക്കുലർ DNA ഉണ്ടാവും. അതിന് വിളിക്കുന്ന പേരാണ് പ്ലാസ്മിഡ്. ഓക്കെ, ഒരു സെല്ല് ഇതാണെങ്കിൽ അതിന് ഒറിജിനൽ ഒരു DNA ഇവിടെ ഉണ്ട് എന്ന് വിചാരിച്ചോ. അതല്ലാതെ എക്സ്ട്രാ ഒരു DNA, അതാണ് പ്ലാസ്മിഡ്. സ്മോൾ സർക്കുലർ DNA ഔട്ട്സൈഡ് ദ ജീനോമിക് DNA. ജീനോമിക് DNAൻ്റെ പുറത്ത് ഒരു അതിൻ്റെ ഫംഗ്ഷനാണ് പ്രൊവൈഡ് റെസിസ്റ്റൻസ് ടു ആൻറ്റിബയോട്ടിക്. നമ്മൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ മരുന്ന് കഴിക്കൂലടാ. തൊണ്ടവേദന വന്നു, ബാക്ടീരിയ കാരണം. ബാക്ടീരിയ ഇസ് എ പ്രോകാരിയോട്ട്. തൊണ്ടവേദന വന്നു, നമ്മൾ മരുന്ന് കഴിച്ചു, രോഗം മാറുന്നില്ല. കാരണം ആ ബാക്ടീരിയ ആൻറ്റിബയോട്ടിക്കിന് റെസിസ്റ്റൻ്റായി മാറിയിട്ടുണ്ട്. ആൻറ്റിബയോട്ടിക് കഴിച്ചാലും ആ ബാക്ടീരിയക്ക് ഒരു ചുക്കും സംഭവിക്കില്ല. പ്രൊവൈഡ് റെസിസ്റ്റൻസ് ടു ആൻറ്റിബയോട്ടിക്. ആൻറ്റിബയോട്ടിക്കുകൾക്ക് റെസിസ്റ്റൻസ് കൊടുക്കുക. ദാറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് പ്ലാസ്മിഡ്. ഇവനുള്ളത് കൊണ്ടാണത് കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ പ്രോകാരിയോട്ടിൽ നോക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആളാണ് റൈബോസോം. പ്രോകാരിയോട്ടിൻ്റെ റൈബോസോമിൻ്റെ നമ്പർ 70S ആണ്. സെഡ്ബർഗ് യൂണിറ്റ് ആണ് S, 70S. ഈ 70 ഉണ്ടായിട്ടുള്ളത് 50+30 ആണ് കേട്ടോ. കണക്കിലെ മാഷ്മാരിനെ തല്ലുമെന്ന് എനിക്കറിയാം, എന്നാലും ഈ കണക്ക് ഇങ്ങനെയാണ്. ഇവിടെ 70S ഉണ്ടായിട്ടുള്ള ഒരു ലാർജറും ഒരു സ്മോളറും. ലാർജർ 50S, സ്മോളർ 30S. 50+30 ഇവിടെ 70 ആണ് വരിക കേട്ടോ. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ക്ലാസ്സുകളിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എടാ, അതിൻ്റെ ഫംഗ്ഷൻ പ്രോട്ടീൻ സിന്തസിസ് ആണ്, മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. റൈബോസോമിൻ്റെ ഫംഗ്ഷൻ പ്രോട്ടീൻ സിന്തസിസ്. പ്രോകാരിയോട്ടിൽ ബേസിക് ആയിട്ട് നമ്മൾ അത്ര മനസ്സിലാക്കി വെച്ചാൽ. യൂകാരിയോട്ടിലേക്ക് വരാം. പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും അവർ തമ്മിലൊരു ചെറിയ ഡിഫറൻസ് നമുക്ക് നോക്കിയിട്ട് തുടങ്ങാം. സെൽവാൾ പ്ലാന്റിനുണ്ട്, ആനിമലിനില്ല. പ്ലാസ്റ്റിഡ് കളർ കൊടുക്കണൊക്കെ സാധനം പ്ലാന്റിനുണ്ട്, ആനിമലിനില്ല. സെൻട്രൽ വാക്യൂൾ, വേസ്റ്റ് ഒക്കെ എടുക്കണേ വാക്യൂൾ, പ്ലാന്റിനുണ്ട്, ആനിമൽ സെല്ലിനില്ല. സെൻട്രിയോൾ എന്ന് പറയുന്നത് പ്ലാന്റ്സിന് ആബ്സെൻ്റ് ആണ്, പക്ഷേ അത് ആനിമൽസിന് പ്രസൻ്റ് ആണ്. ഓക്കെ, വളരെ റയർ ആയിട്ട് വന്നിട്ടുള്ളൂ. പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും ഉള്ള ഒരു 2 ഡിഫറൻസ് പറയാൻ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഒന്ന് പഠിച്ചു വെച്ചോ മക്കളെ, ചെറിയ കാര്യമാണ്. ഈ ചിത്രം കാണുമ്പോഴേ പലർക്കും ഓർമ്മ ഉണ്ടാവും. പ്രീവിയസ് ഇയറൊക്കെ പലത് എടുക്കുമ്പോഴേ ഈ ചിത്രമാണ് കാണുക. നമ്മൾ യൂക്കാരിയോട്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. പ്രോകാരിയോട്ട് കഴിഞ്ഞു. സാർ ഒന്നും കൂടി പറയാം. പ്രോകാരിയോട്ട് അവിടെ അവസാനിച്ചു. ഇനി യൂക്കാരിയോട്ട് സെല്ലിനെ കുറിച്ചാണ്. അതിൻ്റെ ഒന്നാമത്തെ നമുക്ക് അതിൻ്റെ സെൽ മെംബ്രെയിനെ കുറിച്ച് പറയാം. ഈ ഒരു മോഡൽ ഉണ്ടല്ലോ, ഈ ഒരു രീതി ഇവിടെ നോക്കിയാൽ
നടുവിലൊരു ഇൻ്റഗ്രൽ പ്രോട്ടീൻ കണ്ടോ, നടുവിലൊരു ഇൻ്റഗ്രൽ പ്രോട്ടീൻ കണ്ടോ മക്കളെ. അതേപോലെ തന്നെ ഒരു ഫോസ്ഫോ ലിപ്പിഡ് ബൈലെയർ, രണ്ട് സൈഡിൽ ലിപ്പിഡ് ഉണ്ട് കണ്ടോ. ഇവിടെ ഒരു ലിപ്പിഡ് ലെയർ ഉണ്ട്, ഇവിടെ ഒരു ലിപ്പിഡ് ലെയർ ഉണ്ട് കണ്ടോ. അങ്ങനെ രണ്ട് സൈഡിലും ലിപ്പിഡിൻ്റെ ലെയർ. പിന്നെ പെരിഫറൽ പ്രോട്ടീൻ ഉണ്ട് കണ്ടോ, പെരിഫറൽ പ്രോട്ടീൻ ഉണ്ട്, ഇൻ്റഗ്രൽ പ്രോട്ടീൻ ഉണ്ട്, അതേപോലെ തന്നെ ഫോസ്ഫോ ലിപ്പിഡിൻ്റെ ബൈലെയർ ഉണ്ട് കണ്ടോ. ഇങ്ങനെയുള്ള ഈ ഒരു മോഡലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ഇത് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റുകളാണ് സിംഗർ ആൻഡ് നിക്കോൾസൺ. സാറേ പരീക്ഷയ്ക്ക് എന്ത് പഠിക്കണം? ചിത്രം തരും, മാർക്കിങ്സ് 1, 2, 3 മാർക്കിങ്സ് പഠിക്കണം, ഈ മോഡലിൻ്റെ പേര് പഠിക്കണം, ഈ മോഡൽ ഉണ്ടാക്കിയ ആളെയും പഠിക്കണം, മതി. എടാ രണ്ടാമത്തത്, ഇതൊന്നും അറിയാണ്ട് ദയവ് പരീക്ഷയ്ക്ക് പോകാൻ നിൽക്കരുത്. ഇതാ ഇങ്ങനെ ഒരു ചിത്രം അങ്ങ് തരും. ഇതെന്താ സാധനം ചോദിക്കും. യൂക്കാരിയോട്ടിലുള്ളതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എന്താടാ മക്കളെ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇനി പരീക്ഷകൾക്ക് വരാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്നത്. ഈ മേൽഭാഗം കണ്ടോ, ഇവിടെ ഇങ്ങനെ പച്ച കുത്തുകളുള്ള ഭാഗം ഉണ്ടോ, ഇതാണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റഫ്. ഈ താഴെ കണ്ടോ ഈ ഭാഗത്ത് ആ പച്ച കുത്തുകുത്തില്ലല്ലോ, ദാറ്റ് ഈസ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ക്വസ്റ്റ്യൻ വരാം, ആ കുത്തുകുത്ത് എന്താണെന്ന് മനസ്സിലായോ? റൈബോസോം ആണ് കേട്ടോ. ഇനി ഇവിടെ നോക്ക്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം 2 ടൈപ്പാണ്, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റഫിൽ കണ്ടെയ്ൻ റൈബോസോം, ഇവിടെ റൈബോസോം ആബ്സെൻ്റ് ആയിരിക്കും. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഫംഗ്ഷൻ പ്രോട്ടീൻ സിന്തസിസ്, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഫംഗ്ഷൻ ലിപ്പിഡ് സിന്തസിസ്. കിട്ടി 2 മാർക്ക്. മക്കൾ എടുത്തു, ഉറപ്പിച്ചു. മക്കളെ ശ്രദ്ധിക്കണം. അടുത്തത് ലൈസോസോം. മറക്കരുത്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ലൈസോസോം. ലൈസോസോമിൽ നമ്മൾ പഠിക്കാനുള്ളത് ഇതാ, ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. നമ്മൾ ഒരു മിനിറ്റ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കഴിഞ്ഞു, ഇവനൊന്ന് പഠിക്കണം. ലൈസോസോം അല്ല, ഇവനൊന്ന് പഠിക്കണം. ഗോൾഗി അപ്പാരറ്റസ്. നോക്കണേ, ഗോൾഗി അപ്പാരറ്റസ് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ഈ കൊടുത്തിട്ടുള്ളത്, കെമിലിയോ ഗോൾഗി. ഓക്കെ, അതിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പരീക്ഷയ്ക്ക് വരാം, ഈ ചിത്രം വരാം. ഇത് കണ്ടോ, ഈ ഒരു മടക്കിന് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ളത് കണ്ടോ, സിസ്റ്ററിനെ. അതെന്താണെന്ന് നോക്കിക്കോ, പേര് മാർക്ക് ചെയ്യാൻ പഠിക്കുക. ഇനി ഗോൾഗി അപ്പാരറ്റസ് എന്താണ് ചെയ്യാൻ വെച്ചാൽ പ്രൊഡ്യൂസ് ഗ്ലൈക്കോ പ്രോട്ടീനും ഗ്ലൈക്കോ ലിപ്പിഡും ഒക്കെ ഉണ്ടാക്കും. ഇവൻ്റെ ഫംഗ്ഷൻ എന്താ? ഹെൽപ്പ് ഫോർ പാക്കേജിങ് ആണ്. ഉണ്ടാക്കിയ സാധനങ്ങൾ മെറ്റീരിയൽ പാക്ക് ചെയ്ത് വരിക, കവർ ചെയ്ത് പുറത്തേക്ക് റിലീസ് ചെയ്യുക. സെല്ല് ഉണ്ടാക്കിയതിനെ പാക്ക് ചെയ്ത് കൊടുക്കുക. പാക്കേജിങ് ആണ് ഗോൾഗി പാക്കേജിങ്. അതിൽ പ്രൊഡ്യൂസ് എന്തൊക്കെ ഉണ്ടാക്കുക? പ്രോട്ടീൻ അല്ല, പ്രോട്ടീൻ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വിളിക്കുക? ഗ്ലൈക്കോ പ്രോട്ടീൻ. അതേപോലെ തന്നെ ഗ്ലൈക്കോ ലിപ്പിഡ് എന്നും വിളിക്കും. മക്കളെ ഇനി നമുക്ക് വരാം ലൈസോസോമിലേക്ക്, തിരിച്ചു വരാം ലൈസോസോമിലേക്ക്. ലൈസോസോം എന്ന് പറഞ്ഞാൽ അതിലൊരു എൻസൈം ഉണ്ടാവും. അതിലുള്ള എൻസൈം കണ്ടെയ്ൻ എൻസൈമിൻ്റെ പേരാണ് ഹൈഡ്രോലൈറ്റിക് എൻസൈം. എന്ത് എൻസൈമാടാ? ഹൈഡ്രോലൈറ്റിക്. പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഏതൊക്കെ എക്സാമ്പിൾ നോക്കിയേ? ലിപ്പേസ്, പ്രോട്ടിയേസ്, കാർബോഹൈഡ്രേറ്റ്സ്. മക്കളെ പേര് പഠിക്കാൻ എളുപ്പമാണ്. നോക്ക്, ലൈസോസോം പൊട്ടിക്കുക കണ്ടെയ്ൻ ഹൈഡ്രോലൈറ്റിക്. ലൈറ്റിക് എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുക എന്നുള്ള അർത്ഥം. പൊട്ടിക്കാൻ എൻസൈം. 3 പേര് വായിച്ചാൽ എല്ലാവർക്കും കിട്ടും. ഒറ്റ പേര് വായിച്ചാൽ ലിപ്പേസ്, ഡൈജഷൻ ഓഫ് ലിപ്പിഡ്. അടുത്ത നിങ്ങൾ പറ പ്രോട്ടിയേസ്, കാർബോഹൈഡ്രേറ്റ്സ്. കിട്ടി, ഫംഗ്ഷൻ കിട്ടിയില്ലേ? സെറ്റ്, മതി. എടാ മക്ക, ഇനി വാക്യൂളിനെ കുറിച്ച്, വേസ്റ്റ് എന്നുള്ളൊരു അർത്ഥം മനസ്സിൽ വിചാരിക്കുക കേട്ടോ. വേസ്റ്റിൻ്റെ പരിപാടികളാണ് വാക്യൂൾ ഉണ്ടാവുക. ഇതിനെ മെംബ്രെയിൻ വിളിക്കുന്ന വാക്കാണ് ടോണോപ്ലാസ്റ്റ്. എടാ ഇത് 3 ടൈപ്പ് വാക്യൂൾ നമുക്ക് പഠിക്കാണ്ട്. ഞാൻ പറയണെങ്കിൽ ശ്രദ്ധിക്കുക. ഒന്ന് സാപ്പ് വാക്യൂൾ, കോൺട്രാക്റ്റൈൽ വാക്യൂൾ, ഫുഡ് വാക്യൂൾ പ്രോട്ടിസ്റ്റൈലാണ് കാണുക. സാപ്പ് വാക്യൂൾ പ്ലാന്റ്സിലാണ് കാണുക. കോൺട്രാക്റ്റൈൽ വാക്യൂൾ കണ്ടോ, സീൻ ഇൻ അമീബ. ഇമ്പോർട്ടൻറ്റ്. പരീക്ഷയ്ക്ക് 1 മാർക്കിന് ഇത്തവണ എക്സാം എഴുതുമ്പോൾ എൻ്റെ മക്കൾ ഇത് കാണും. കോൺട്രാക്റ്റൈൽ വാക്യൂൾ സീൻ ഇൻ അമീബ, ഹെൽപ്പ് ഫോർ എക്സ്ക്രീഷൻ. കഴിഞ്ഞടാ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ ചാപ്റ്ററിൽ റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ ആണ് മൈറ്റോകോൺഡ്രിയ പ്രൊഡ്യൂസ് എനർജി ഇൻ ദ ഫോം ഓഫ്, എല്ലാവർക്കും അറിയാം, ATP ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന സ്ഥലം മൈറ്റോകോൺഡ്രിയ. അതിൻ്റെ ഫിഗർ ഒന്ന് പഠിക്കുക. ഈ 2 മാർക്കിംഗ് കുഞ്ഞിരാപ്പികളെ മറക്കരുത്. ക്രിസ്റ്റേ ആൻഡ് മാട്രിക്സിൽ വെച്ചിട്ടൊക്കെയാണ് നമ്മളെ ATPൻ്റെ ഒക്കെ പരിപാടികളൊക്കെ മെയിനായിട്ട് നടക്കുന്നത് കേട്ടോ. ക്രിസ്റ്റേ എങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്ന സ്ഥലം, ആ ഉൾഭാഗം കണ്ടോ, മാട്രിക്സ്. അതേപോലെ തന്നെ ഇന്നർ മെംബ്രെയിൻ മറക്കരുത്. സാർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, മക്കളെ ഓർത്തൊന്ന് പഠിച്ചു നോക്കിയേ. സാറെ ക്ലാസ്സൊക്കെ കേട്ടവർക്ക് കിട്ടും. റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സിൽ മാട്രിക്സിൽ വെച്ചിട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടായിരുന്നോ? ഇന്നർ മെംബ്രെയിനിൽ വെച്ചിട്ട് വല്ലതും നടക്കുന്നുണ്ടായിരുന്നോ മൈറ്റോകോൺഡ്രിയൻ്റെ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ക്രബ് സൈക്കിളൊക്കെയാണ് സാർ ഉദ്ദേശിച്ചത് കേട്ടോ. ETSും ക്രബ് സൈക്കിളും അവിടെ നിൽക്കട്ടെ. പ്ലാസ്റ്റിഡുകൾ, കളർ കൊടുക്കുന്ന ആളുകൾ 3 ടൈപ്പ്: ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ്. ഈ ല്യൂക്കോപ്ലാസ്റ്റ് കളർലെസ് ആണ്
കളർ കൊടുക്കുന്ന സാധനം എന്ന് പറഞ്ഞിട്ട് അതെ അവൻ കളർലെസ് ആണ്. ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഈ ഫിഗർ എല്ലാവർക്കും അറിയാം. ഇതേപോലത്തെ ഒരു ഫിഗർ നമ്മൾ ഫോട്ടോസിന്തസിലും പഠിക്കുന്നുണ്ട്. ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഫിഗറാണ്. ഇതിൽ സ്ട്രോമ ശ്രദ്ധിക്കണം, ഗ്രാന ശ്രദ്ധിക്കണം, തൈലക്കോയിഡ് ശ്രദ്ധിക്കണം, സ്ട്രോമ ലാമല്ല ശ്രദ്ധിക്കണം. ഓക്കെ, ഒന്നെങ്കിൽ ഈ പിക്ചർ വരും അല്ലെങ്കിൽ ഫോട്ടോസിന്തസിൻ്റെ പിക്ചർ വരും. ഇനി ഇതിൽ പഠിക്കാനുള്ള പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ കളർ കൊടുക്കുന്നത് 3 ടൈപ്പ് ഉണ്ട്. ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ്. ല്യൂക്കോപ്ലാസ്റ്റിൽ തന്നെ 3 ടൈപ്പ് ഉണ്ട്. പേര് പഠിച്ചു വെച്ചോ: അമൈലോപ്ലാസ്റ്റ്, എലയോപ്ലാസ്റ്റ്, അല്യൂറോപ്ലാസ്റ്റ്. ല്യൂക്കോപ്ലാസ്റ്റ് കളർലെസ് ആണ്. അതിൽ 3 ടൈപ്പ് ഉണ്ട്. ആ 3 ടൈപ്പിൻ്റെയും ഫംഗ്ഷൻ ഒന്ന് നോക്കിക്കോ. അമൈലോപ്ലാസ്റ്റ് സ്റ്റോർ സ്റ്റാർച്ച്, എലിയോപ്ലാസ്റ്റ് സ്റ്റോർ ഓയിൽ, അല്യൂറോപ്ലാസ്റ്റ് സ്റ്റോർ പ്രോട്ടീൻ. വെരി ഇമ്പോർട്ടൻറ്റ്, 100% നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. പഠിക്കാതെ ഒരാളും പോണ്ട. ഒന്ന് പോസ്റ്റ് ചെയ്ത ആ സാധനങ്ങൾ പേരുകളൊന്ന് പഠിച്ചെടുത്തു. പ്ലാസ്റ്റിഡുകളെ കുറിച്ചാണ് പറയുന്നത്. എടാ അങ്ങനെയാണെങ്കിൽ യൂക്കാരിയോട്ടിൻ്റെ റൈബോസോം, പ്രോക്കാരിയോട്ടിൻ്റെ 70S ആണെങ്കിൽ യൂക്കാരിയോട്ടിൻ്റെത് 80S ആണ്. ഈ 80S എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ 60S + 40S ആണ് കേട്ടോ. 60Sഉം 40S. ഇത് കണ്ടോ ലാർജർ സബ് യൂണിറ്റ്, ഇത് കണ്ടോടാ സ്മോളർ സബ് യൂണിറ്റ്, അതാണ് ഉദ്ദേശിച്ചത്. ഇത് എത്രടാ 60S, ഇത് എത്രടാ 40S. ഇത് രണ്ടും കൂടി കൂടുമ്പോൾ 100 ഇല്ല, 80 ഉള്ളൂ കേട്ടോ. അത് ശ്രദ്ധിക്കണേ. ഇത് നോ മെംബ്രെയിൻ ഉള്ളൊരു സംഭവമാണ്. റൈബോസോമിന് മെംബ്രെയിൻ ഇല്ല. ഡിസ്കവേർഡ് ബൈ ജോർജ് പെല്ലഡെ. ജോർജ് പെല്ലഡെ ആണ്. റൈബോസോമിൻ്റെ ഫംഗ്ഷൻ ഓൾറെഡി നമ്മൾ ഇതിന് മുമ്പ് മെൻഷൻ ചെയ്തതാണ്. പ്രോട്ടീൻ സിന്തസിസ് ആണ് കേട്ടോ. റൈബോസോമിൻ്റെ ഫംഗ്ഷൻ പ്രോട്ടീൻ സിന്തസിസ് ആണ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യം ഒന്ന് പഠിച്ചെടുത്തോ. റൈബോസോം, നോ മെംബ്രെയിൻ, ഡിസ്കവേർഡ് ബൈ ആര്, ഫംഗ്ഷൻ പ്രോട്ടീൻ സിന്തസിസ്. എടാ ഏറ്റവും ലാസ്റ്റ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ക്രോമസോമുകളെ കുറിച്ചാണ്. 4 ടൈപ്പായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം: മെറ്റാസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക്, അക്രോസെൻട്രിക്, ടീലോസെൻട്രിക്. അവരുടെ ഫിഗറാണ് ഈ കൊടുത്തിട്ടുള്ളത്. അതിൽ ടൈപ്സ് ഓഫ് ക്രോമസോം ബേസ്ഡ് ഓൺ എന്തിനെ ബേസ് ചെയ്യുന്നതാണ് നോക്കിയേ? പൊസിഷൻ ഓഫ് സെൻട്രോമിയർ. ആ സംഭവം നോക്കണം. ഇതിനെ ടൈപ്പ് ചെയ്തിട്ടുള്ളത് ബേസ്ഡ് ഓൺ പൊസിഷൻ ഓഫ് സെൻട്രോമിയർ. ഇതിൽ ഈ മാർക്കിംഗ് ഒന്ന് പഠിച്ച സാറ്റലൈറ്റ് ഉണ്ടോ, സെൻട്രോമിയർ. ക്രോമസോമിൻ്റെ 4 ടൈപ്പ് പഠിക്കുക, ഈ 2 മാർക്കിങ്ങും പഠിക്കുക. ഇവിടെ ഉള്ള ചുരുങ്ങിയ സ്ഥലമാണ് സെൻട്രോമിയർ, ഇവിടെ മേലെ ചുരുങ്ങിയ സ്ഥലമാണ് സാറ്റലൈറ്റ്. ഇതാ ഒന്ന് പഠിച്ചോ. പ്രൈമറി കൺസ്ട്രക്ഷൻ സെൻട്രോമിയർ. ഇത് സെക്കൻഡറി കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ കളറില്ലാത്തൊരു ഭാഗം, ചുരുങ്ങിയൊരു ഭാഗം. സെക്കൻഡറി കൺസ്ട്രക്ഷൻ ആണ് സാറ്റലൈറ്റ്. പരീക്ഷയ്ക്ക് 1 മാർക്കിന് വേണമെങ്കിൽ വരാം. ഇതാ ഈ ഫിഗറും ഇതും. ഇതിൽ ക്വസ്റ്റ്യൻ വരാം. എന്നാ ബോർഡ് നോക്കിക്കോ. ക്രോമസോമിൻ്റെ 4 ടൈപ്സ്. സിമ്പിൾ. വിച്ച് ഈസ് പ്രൈമറി കൺസ്ട്രക്ഷൻ സെൻട്രോമിയർ, വിച്ച് ഈസ് സെക്കൻഡറി കൺസ്ട്രക്ഷൻ സാറ്റലൈറ്റ്. നമ്മൾ അടിച്ചു പൊളിക്കും. ഓക്കെ, ഇത്ര മതിയടാ സെല്ലിൽ ബേസിക് ആയിട്ട് ഇത് പഠിച്ച് പെർഫെക്റ്റ്. ഇതിൽ നിന്നൊരു വാക്ക് നമ്മൾ ഒഴിയാൻ പാടില്ല മക്കളെ. +1 നമ്മുടെ പോട്ടെ, പക്ഷേ +2 ആകുമ്പോഴേക്കും നമ്മളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു പോകണം. നീറ്റ് എൻട്രൻസുകളൊക്കെ നമുക്ക് എഴുതാനുള്ളതാണ്. നമ്മളൊരു വളരെ ചുരുങ്ങിയ പാക്കേജിൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. മക്കൾ ജോയിൻ ചെയ്യുക.